ഹലോ, ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനെ ഒരു ഇഡ്ഡലി കാണിച്ചിങ്ങനെ കൊതിപ്പിക്കുന്നത്. അതൊരു ചൂട് ഇഡ്ഡലിയാണ്. എൻ്റെ കൈയൊക്കെ ഇങ്ങനെ അത് പൊള്ളിയിട്ട് ഇങ്ങനെ വിറക്കുന്നുണ്ട്. അത് എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ചതാണ്. സത്യത്തിൽ ഇത് ഇഡ്ഡലിയൊന്നും അല്ല കേട്ടോ. ഇത് ഇഡ്ഡലിക്ക് വെള്ളയപ്പത്തിലുണ്ടായ ഒരു കുട്ടിയാണ്. എനിക്കിപ്പോൾ അങ്ങനെ അതിന് പറയാൻ പറ്റൂ. കാരണം ഇത് ഞാനൊരു യൂട്യൂബിലൊരു പരീക്ഷണം കണ്ടിട്ട്, ഒരാളുടെ യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രുചിയുള്ള, നല്ല ഫ്ലഫി ആയിട്ടുള്ള, നല്ല കേക്കൊക്കെ പോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ വട്ടയപ്പൊക്കെ പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം കണ്ടപ്പോൾ കൈ കിട്ടിയത്. അതാണെങ്കിലും നല്ല ടേസ്റ്റും. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കപ്പ് അരി എടുക്കുക, പച്ചരി എടുക്കുക, അത് കുതിർത്ത് വെക്കുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്പൂണ് മാത്രം, ഒരു വലിയ സ്പൂൺ ഉഴുന്ന് ചേർക്കുക. അത് 8 മണിക്കൂർ കുതിർത്ത് വെക്കണം. 8 മണിക്കൂർ നന്നായിട്ട് കുതിർത്തതിന് ശേഷം നല്ല ഒരു 4-5 വെള്ളത്തിൽ കഴുകി അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. അതിൻ്റെ കൂടെ നമുക്ക് ഒരു കപ്പ് ചോറ് ഞാൻ ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചാണ്. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് പച്ചരിയാണ് കിട്ടുക. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര ഇടുക. ഒരു 1/4 സ്പൂണിനടുത്ത്, ഒരു 1/2 സ്പൂൺ ഇച്ചിരി, അങ്ങനെ ആ ഒരു ലെവലിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഈസ്റ്റ് ചേർത്തു. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുക എന്ന് വെച്ചാൽ, നമ്മൾക്കിത് അരഞ്ഞ് കിട്ടേണ്ടത് ഒരു ഇഡ്ഡലി മാവിൻ്റെ അത്ര കട്ടിയും വേണ്ട, ദോശമാവ് പോലെ വല്ലാതെ ലൂസും ആവണ്ട. ഒരു അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു പരുവത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സംഭവം അരച്ച് വെക്കുമ്പോൾ എല്ലാവരും വലിയൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു വെക്കണം. കാരണം ആ വീഡിയോയിലേ പറയുന്നുണ്ടായിരുന്നു ഒരു വലിയ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു വെക്കണം എന്ന്. പക്ഷേ എനിക്ക് പറ്റിയില്ല. ഞാനെന്ത് ചെയ്തു, ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചപ്പം പകുതി മുക്കാലും പുളിച്ച് പൊങ്ങിയപ്പം പകുതി മുക്കാലും പോയി. ഞാനാണെങ്കിൽ ഡ്യൂട്ടിയിലായിരുന്നുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. തിരിച്ച് വന്ന് നോക്കുമ്പോഴേക്കും ഇത് പകുതി മുക്കാലും പൊങ്ങിയിരുന്നു. ഞാൻ അടിയിൽ പാത്രമൊന്നും വെക്കാത്തതുകൊണ്ട് അതൊക്കെ പോയി. പിന്നെ ഉള്ളത് കൊണ്ട് ഞാനത് പ്രിപ്പയർ ചെയ്തു. ഇഡ്ഡലി പാത്രത്തിൽ, ഒരു കുഞ്ഞ് ഇഡ്ഡലി പാത്രം ആയതുകൊണ്ട് 6 എണ്ണ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ ഇച്ചിരി എണ്ണയൊക്കെ തടവി ഇതെന്ത് ചെയ്യുക, വേവിച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി, നല്ല കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ള നല്ല എരിവുള്ളൊരു ചിക്കൻ കറി. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ശ്രാവണ മാസം തീരുന്ന ദിവസമായതുകൊണ്ട് ഇന്ന് മുതൽ ഞങ്ങൾക്ക് നോൺ വെജ് കിട്ടും. അപ്പം ഇത്ര ദിവസം, ഒരു മാസമായിട്ട് ഇവിടെ നോൺ വെജ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓടിച്ചെന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടാണ് ഈ പരീക്ഷണം നടത്തിയത്. സംഭവം വളരെ ടേസ്റ്റാണ്. ഇഡ്ഡലിയേക്കാളും വെള്ളയപ്പത്തിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ചെറിയൊരു മധുരവും ഈസ്റ്റിൻ്റെ പഞ്ചസാരയുടെ ഒക്കെ ആ ഒരു എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഒരു തവണ ടേസ്റ്റ് ചെയ്ത് നോക്ക്. സൂപ്പർ റിസൾട്ടാണ്, അടിപൊളിയായിരിക്കും. ഓക്കെ, താങ്ക് യു.